നിക്ഷേപകരെ ഇതിലേ കോർപ്പറേറ്റുകളെ ഇതിലേ പെട്ടിയിൽ വീഴ്ത്തു ഡോളേഴ്സ് ദിർഹംസ് നിക്ഷേപകരെ വീഴ്ത്തി. മിണ്ടരുത് പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഈ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞതിനും എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ഇന്ന് എന്നെ നിരന്തരം ഏറിൽ നിർത്തുന്ന എന്റെ ഈ എന്റെ ഈ ആശാന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഇതും നിന്നോട് വായ വെച്ചിട്ട് മിണ്ടായിരുന്നു. ഇന്ന് നല്ല ദിവസമായിട്ട് ഒന്നും മിണ്ടരുത്, ഞങ്ങളെ കുറ്റം പറയരുത്, ഞങ്ങളെ പിണറായി സർക്കാർ ഒന്നും പറയരുത്. നല്ലത് താൻ ഈ മധുരം തന്നതുകൊണ്ട് ഞാൻ തന്നെ ചീത്ത വിളിക്കില്ല എന്നാണോ താൻ കരുതിയത്? അതെ, ബർത്ത്ഡേ മധുരം തിന്നോണ്ട് ഞാൻ തന്നെ ചീത്ത വിളിക്കോടും. നല്ല ദിവസമായിട്ട് വായ അടിച്ച മിണ്ടാതിരിക്കേ. നല്ല ദിവസമായിട്ട് എനിക്ക് 10 വർത്താനം പറയാനുണ്ട് തന്നോടും തന്റെ പാർട്ടിക്കാരോടും. ഒരു കേക്ക് ആ പെട്ടി നിക്ഷേപ പെട്ടി ദൂരം എന്നപ്പം മുഖ്യം പൊട്ടി പൊട്ടി നിക്ഷേപം പൊട്ടി അടപടലം നിക്ഷേപം പൊട്ടി. 10 വർഷം എന്റെ ഹാപ്പി ബർത്ത്ഡേ വിഷ് തിരിച്ചെടുക്കുക. അല്ലേലും നിങ്ങൾക്ക് ഇതൊക്കെ വിളിച്ചു കൂവിൽ നടക്കാനാണല്ലോ പണി. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാമെന്ന് കരുതണ്ട. എവിടെ നിക്ഷേപം? എവിടെ നിക്ഷേപം? ഞങ്ങള് നിക്ഷേപം എവിടെ? പാഴ്സലാക്കി ഇപ്പൊ വരും. നിക്ഷേപം എവിടെ? പാഴ്സലാക്കി ഇപ്പൊ വരും. 10 വർഷം 25 വിദേശ യാത്രകൾ വരും. കോടിക്കണക്കിന് നിക്ഷേപവും കൊണ്ട് കെപ്പിത്താൻ കപ്പലും തള്ളി വരും. ഇവിടെ മോദി ഉലകം ചുറ്റുന്നതിന് ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഞങ്ങളെ പിണറായി ഇത്തിരി ഉലകം ചുറ്റിയ എല്ലാവർക്കും ഭയങ്കര പ്രശ്നം. 10 വർഷം കൊണ്ട് 25 വിദേശ യാത്രകൾ നടത്തിയുള്ളൂ. ഈ 10 വർഷത്തിനിടെ മോദി എത്ര യാത്ര നടത്തിയെന്ന് ആദ്യമേ അന്വേഷിച്ചുവാ. അല്ല, നമുക്കിപ്പോ ഇവിടുത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂല. പറയുമ്പോ എല്ലാരെയും പറയണം. ഞങ്ങള് ക്യാപ്റ്റനെ മാത്രം അങ്ങനെ ബലിയാടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മൊത്തത്തിൽ ഉലകം ചുറ്റും വാലിബന്മാരാണല്ലോ. അതുകൊണ്ട് സ്ഥാനത്ത് കയറിയിരുന്ന പിന്നെ അങ്ങ് ചുറ്റലാണ്. അതാ നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ എവിടെ നിക്ഷേപം? എവിടെ നിക്ഷേപം കൊണ്ടുവരുമെന്ന് പറഞ്ഞ നിക്ഷേപം? അത് കടലിൽ വന്നോണ്ടിരിക്കുന്നു, കപ്പലിൽ വന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ വരും. 9 കൊല്ലമായിട്ട് ഇങ്ങ് എത്തിയില്ലേ? ഇല്ല, 9 കൊല്ലമായിട്ട് എത്തിയില്ല. അത് പതുക്കെ വരുള്ളൂ. അടുത്ത 5 വർഷം കൂടെ തന്നാലേ വരുള്ളൂ. അടുത്ത 5 സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കണം. കേൾക്കണ്ട. നിക്ഷേപത്തിനാണെന്നും പറഞ്ഞുകൊണ്ട് 10 വർഷത്തിനിടയിൽ 25 വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിലും നിക്ഷേപത്തിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി വിവരമില്ല എന്നാണ് ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരമില്ലാത്തവർ പല വിവരങ്ങളും പറയും. അത് വിവരമുള്ള നമ്മൾ എന്ത് ചെയ്യണം? വിവരം എന്താണെന്ന് അറിഞ്ഞ് വിവരത്തോടെ ഇരിക്കണം. അതെ. ജനങ്ങൾ പറയുന്നുണ്ട്, ബോധമില്ലാത്ത നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം. സുഹൃത്തുക്കളെ, അപ്പോൾ നിയമസഭയിൽ മുഖ്യൻ പറഞ്ഞത് എന്തായിരുന്നു? കോടിക്കണക്കിന് വന്നില്ലേ നിക്ഷേപം? കോടിക്കണക്കിന്. അതെ, ആ കോടിക്കണക്കിന് വന്നതിന്റെ കണക്കാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ കോടിക്കണക്കിന്? എന്നെ കൊണ്ട് പറയിക്കരുത്. ഞങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഈ കേരളത്തിൽ കിട്ടിയിട്ടുമുണ്ട്. നിങ്ങളുടെ ഗുണമാണ് ഇപ്പൊ നാട്ടുകാർ മുഴുവൻ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചുമ്മാ നടക്കുന്നവരൊന്നല്ല. ഞങ്ങൾക്ക് ചുമ്മാതല്ല, കുടുംബത്തോടെ ടൂറല്ലേ പോയത്? അത് ഞങ്ങളുടെ കൊച്ചുമോനെ കൂടെ ഞങ്ങൾ പോകുള്ളൂ കേട്ടോ. നിങ്ങളുടെ കൊച്ചുമോനോ? പിന്നെ ഞങ്ങളുടെ കൊച്ചുമോനല്ലേ അപ്പൊ? പിന്നെ ഞങ്ങളൊരു കുടുംബമല്ലേ, ഞങ്ങൾ സഹാക്കമ്മന്റെ ഒരു കുടുംബം. എന്നിട്ട് ക്ലിഫ് ഹൗസിലോട്ട് നിങ്ങൾ എല്ലാരും കയറി ചെല്ലുവോ? ഇല്ല, എന്നാലും അദ്ദേഹത്തിന്റെ എന്തും ഞങ്ങളുടെയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ മകൾ ഞങ്ങളുടെയും മകളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇല്ല, അമ്മേ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കോടിക്കണക്കിന് കൊണ്ടുവന്നു എന്നാണ്. പക്ഷെ ആ കോടികൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 25 വിദേശ യാത്ര എന്തിന്റെ പേരിലായിരുന്നു? കുടുംബത്തെ ടൂർ കൊണ്ടുപോയതായിരുന്നു, കൊച്ചുമോനെ ഉലകം ചുറ്റിച്ചതായിരുന്നു. വികസനം. അവിടെ വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണ് വികസനം നടത്തുന്നത് പഠിച്ച് അത് ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി അല്ല പോയത്. മനസ്സിലായില്ലേ? നിക്ഷേപം കൊണ്ടുവരാനാണ് പോയത്. അല്ലാതെ അവിടെ പോയി പഠിച്ചിട്ട് വരാം എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. നിക്ഷേപം കൊണ്ടുവരാൻ ഞാൻ പോകുന്നു. നിക്ഷേപം വരും. അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും UAE നിന്നും ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ഫിൻലാൻഡിൽ നിന്നും നോർവേയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ബഹ്റിനിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നൊക്കെ നിക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഉലകം ചുറ്റാൻ പോയ രാജ്യങ്ങളുടെ കണക്കാണ് ഇപ്പൊ പറഞ്ഞത്. വന്നോണ്ടിരിക്കുന്നു. രാജ്യങ്ങൾ പോയി ഇത്രയും അറിവ് നേടിയ ഞങ്ങൾ ഇതുപോലൊരു മുഖ്യമന്ത്രി
രാജ്യം അവിടെ പോയിട്ട് നല്ല വിവരം നേടി. ഇതുപോലൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടുമോ? മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ? ഇത്രയും വിവരമുള്ള ലോകം മുഴുവൻ ചുറ്റിയിട്ട് ആ ലോക വിവരം. അതെ, അതാ നമ്മൾ പറഞ്ഞത് കൊച്ചുമോനെ കൊണ്ട് ടൂർ അടിക്കാൻ പോയെന്ന്. ടൂറല്ല, പോകുമ്പോ എങ്ങനെയൊക്കെയാ പോകുന്നത്? കമല എടത്തി, വീണമോള്, കൊച്ചുമോൻ, പിന്നെ അപൂപ്പൻ, അതായത് മുഖ്യമന്ത്രി. റിയാസിനെ പിന്നെ കൊണ്ടുപോകാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. നമുക്ക് അസൂയ. നിങ്ങളുടെ കുടുംബക്കാരെ കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങളുടെ തായ്ക്കണ്ടിയിലെ കാശെടുത്തോണ്ട് വേണം പോകാൻ, അല്ലാതെ ഖജനാവിന്ന് കൈയിട്ട് നക്കിക്കൊണ്ടല്ല പോകേണ്ടത്. മുഖ്യമന്ത്രി പോകുന്നത് ഖജനാവിന്റെ പൈസ, ബാക്കിയുള്ളവർ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പൈസ. മുഖ്യമന്ത്രിക്ക് എവിടുന്ന പൈസ? മുഖ്യമന്ത്രിക്ക് ശമ്പളം ഉണ്ട്. ആ ശമ്പളത്തിൽ നിന്നേ വരെ നയ പൈസ എടുത്തതായിട്ടുള്ള ഒരു വിവരവും നമുക്കില്ലല്ലോ. അപ്പൊ കുന്നുകൂടി കിടക്കണം. കുന്നുകൂടി കിടക്കുന്ന തായ്ക്കണ്ടിയിൽ നിക്ഷേപം ഉണ്ട്. തായ്ക്കണ്ടി തായ്ക്കണ്ടി അതാ പറഞ്ഞ എല്ലാം. അതാണ് പോയിന്റ്. കേരളത്തിന് നിക്ഷേപത്തിന് വേണ്ടിയല്ല, തായ്ക്കണ്ടിയിലേക്ക് നിക്ഷേപത്തിന് വേണ്ടിയാണ് പോയിട്ടുള്ളത്. അതെ, നിക്ഷേപം അത് അവിടെയുള്ളത് ഇവിടെ ഉള്ളവർക്കുള്ളത് എല്ലാം നമ്മുടെയാണല്ലോ. എല്ലാം കേരളത്തിനുള്ളതാണ്. അധികം സ്വന്തമായിട്ട് ഒന്നും നേടുന്നില്ല, ഒന്നും നേടിയിട്ടില്ല. നമ്മളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണം. നിങ്ങൾ തൊണ്ട തൊടാതെ തൊട്ട വിഴുങ്ങും. ഞങ്ങൾ പറയും നിക്ഷേപം വരുന്ന ഓൺ ദ വേ ആണ്. കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ 9 കൊല്ലമായല്ലോ, ഇതുവരെ ഒരു നല്ല കാര്യം നടന്നില്ല. ചിലപ്പോ 15-ാം കൊല്ലത്തിലേ നടക്കുള്ളൂ എന്നിരിക്കും. പിന്നെ 3-ാം ഊഴം നോക്കിയിരിക്കുവാണ് ഇവിടെ. അതെ, നോക്കിയിരിക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്തായി? അതെന്തോന്ന്? അതൊരു നല്ലൊരു ഇതാണ്. ഈ പറഞ്ഞത് നല്ലൊരു ഇതാണ്. നല്ല രീതിയിൽ തന്നെ ഇത് പോകുന്നുണ്ട്. ഇതിനൊരു ഈ പറഞ്ഞ അതിനൊരു കുഴപ്പമില്ല. അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ ഇതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞത് നല്ലൊരു ഇത് തന്നെയാണ്. എന്താ പറഞ്ഞത്? എണ്ണയും പിണ്ണാക്കും പോകുന്ന കാര്യമല്ല നമ്മൾ ചോദിക്കുന്നത്, മനസ്സിലായോ? ഈ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മൂലത്തിലാണ് ശുക്രൻ, മനസ്സിലായില്ലേ? അന്നോള് ഞങ്ങളുടെ ശുക്ര എവിടെ ഇരിക്കണം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഞങ്ങളെ നോക്കിക്കോളാം. നടക്കുന്നത് നോക്കാൻ പറ്റിയ കുറെ പിന്നാമ്പുറങ്ങൾ. ഞങ്ങൾക്ക് നല്ല ശുക്രൻ ഉദിച്ച് നിൽക്കാൻ. അതെ അതെ, കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇവർ കുതിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രന്റെ കണക്കാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ട്. മീതയാണ് ഞങ്ങൾ എല്ലാവരും തലയ്ക്ക് മീതയാണ് കേട്ടോ. അല്ല നിങ്ങൾ പറയുന്ന ബേക്കിലൊന്നും അല്ല. ശുക്രൻ ഉദിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. എന്നിട്ട് പച്ച തെറിവിളിയാണല്ലോ കഴിഞ്ഞ ഒരു വർഷമായി. അതിന് മുമ്പേ നല്ല ഒന്നാം തരം തെറിവിളികളായത്. പക്ഷെ ഈ ഒരു വർഷത്തിൽ അവസാനത്തിൽ തെറിവിളിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് തെറ്റിദ്ധാരണ പരത്തി ഞങ്ങൾക്കെതിരെ ആളുകളെ തിരിക്കുകയാണ്. അയ്യോ, പിന്നെ തെറ്റിദ്ധാരണ പരത്തി. ഞാൻ തന്നോട് ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രി മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു ഭരണാധികാരിയാകുമ്പോൾ അങ്ങനെ പോകണം. അതായത് മറ്റു രാജ്യങ്ങളുടെ വികസന മാതൃകകൾ ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. നല്ല കാര്യം തന്നെയാണ് അതൊക്കെ. മുഖ്യമന്ത്രി പോകണ്ടായത് നമ്മൾ പറയുന്നില്ല. പക്ഷെ കള്ളം പറയുന്നത് എന്തിനാ? എന്ത് കള്ളം പറഞ്ഞു? നിയമസഭയിൽ പറഞ്ഞു കോടികൾ നിക്ഷേപം വന്നെന്ന്. പക്ഷെ നിങ്ങളുടെ സർക്കാർ കണക്കിൽ തന്നെ വ്യക്തമാക്കുന്നു, ഒരു ഉണ്ടംപൊരിയും കിട്ടിയില്ല, ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല. മൊത്തം പുക മാത്രമാ. നിയമസഭയില് ടങ് ട്വിസ്റ്റ്. പിന്നെ മറന്നു ഇതായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ലെന്ന്. ഞങ്ങളുടെ കള്ളമൊന്നും പറഞ്ഞു. ദാസനാണ്, ജനങ്ങളുടെ ദാസൻ. അതെ, ഞങ്ങൾക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, ഞങ്ങൾ കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടാണ് നിക്ഷേപത്തിന്റെ കണക്ക് ചോദിക്കുമ്പോ നിങ്ങളുടെ മുഖ്യ അണ്ണാക്കിലെ പിരിവിട്ടുന്ന എന്താ? 10 വർഷത്തിനിടയിൽ നിങ്ങൾ 25 യാത്ര നടത്തിയിട്ട് എന്ത് നിക്ഷേപം കൊണ്ടുവന്നു? ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ദുബായ്, ജപ്പാൻ, കൊറിയ നിങ്ങൾ ടൂർ അടിച്ച കാര്യം രൂപയുടെ നിക്ഷേപം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അവർ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല, കൊണ്ടുവരണം. അത് വരും. ഒന്ന് സമാധാനപ്പെടൂ. UAE സർക്കാർ $500 മില്യൺ നിക്ഷേപം നടത്തുമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, നടത്തിയില്ലല്ലോ. പിന്നെ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനാണല്ലോ UAE സർക്കാരിന്റെ മറ്റേ അവിടുത്തെ ഭരണാധികാരി. നമ്മൾ നല്ല ടച്ചപ്പിലാണ്. ഞങ്ങളും പാക്കപ്പ് പറഞ്ഞെന്നാ നമ്മൾ അറിഞ്ഞത്, ടച്ചപ്പ് എന്നല്ല. പാക്കപ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്യും. പിന്നെ ഈ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒന്ന് പറഞ്ഞോട്ടെ ഇതിനുള്ള മറുപടി. അന്ന് പറയുന്നില്ല. വിവാദങ്ങൾ വന്നിട്ടും പറയുന്നില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതാ ശ്രദ്ധയിൽപ്പെടുമ്പോ മറുപടി പറയും. കേരളത്തിലില്ലേ? വേറെ ഏതോ യൂണിവേഴ്സിലാണോ? അല്ല, കേരളത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ട് എന്താ മറുപടി പറയാത്തത്? മറുപടി പറയാൻ സമയം പറയും. നിങ്ങളുടെ സൗകര്യത്തിനല്ല എടുത്തിട്ട് പൊതിക്കുവാണല്ലോ. നിക്ഷേപം കൊണ്ടുവരാത്തതിൽ മുഖ്യമന്ത്രി എല്ലാവരും എടുത്തിട്ട് പൊതിച്ചിട്ട് എന്തേ 2 വാക്കും മിണ്ടുന്നില്ല? അത് പിന്നെ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ ഞങ്ങൾ പറയും. അണ്ണാങ്കിലെ പിരിവെട്ടി, അതാണ് കാര്യം. സമയമാകുമ്പോ പറയും. ഞങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങളുടെ സമയം നോക്കിയല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ സമയം നോക്കി പറയാം. നിങ്ങളുടെ കുടുംബക്കാര്യമല്ലോ ഇവിടെ ചോദിച്ചായിരുന്നോ? സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയത്തെ കുറിച്ചല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടല്ലേ പറയത്തുള്ളൂ.
ഞങ്ങൾക്ക് സൗകര്യം. ചൈനയോ? അല്ല, ചൈനയല്ല ഇത്. അത് ഉത്തര കൊറിയോ? ഇത് കേരളമാണ്. തായ്ക്കണ്ടിയിൽ ഇങ്ങനെയാണ്. തായ്ക്കണ്ടിയിൽ പിങ്ജോങ്. അതിന് അവർക്ക് ഒരു ചിരി വരുന്നത്. ആ മുഖം കണ്ടാൽ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എനിക്ക്. അയ്യോട്ടോ, എന്ത് രോമനത്വം. ആ എന്തുകൊണ്ടോ എനിക്ക് കഴിച്ചോണ്ടിരുന്നോ? ബർത്ത്ഡേ പോയില്ല, ഇങ്ങനെ കയ്യില് ചൂടാങ്ങനെ. ഞങ്ങളുടെ കിങ്കോങ് നിങ്ങളുടെ കിങ്കോങ്ങാ? കിങ്കോങ് അനുവദിച്ചത് കിങ് ചിന്നോണ്. ഉപമിക്കാൻ വേറെ ഇല്ലാത്തോണ്ടല്ലേ. അത്രയ്ക്ക് ക്രൂരൊന്നും അല്ല. അയ്യോ, നിങ്ങൾ പറയും മലയാളികളെ, ഈ 10 വർഷം നിങ്ങൾക്ക് സ്വർഗ്ഗ ജീവിതം ആയിരുന്നില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? കേരളം എന്ത് മാറ്റമാണ് മാറിയത്? റോഡുകൾ മാറി, തോടുകൾ മാറി. അതെ, റോഡുകൾ മാറി, തോടുകൾ മാറി. ഇപ്പൊ ഒന്നിച്ചാണ്. റോഡേതാ തോടേതാന്ന് അറിയത്തില്ല. മരുമോന്റെ വാഴ വെച്ചായിരുന്നു, അറിഞ്ഞായിരുന്നു? അസൂയക്കര റോഡിലെ കുഴിയിൽ മരുമോന്റെ വാഴ വെച്ചു. വാഴ വരെ കൊലച്ചു. എന്നിട്ടും കുഴി നികന്നിട്ടില്ല. അത് നിങ്ങൾ വാഴ വെക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ വികസനം കാണും. അതെ, നല്ല കണ്ണോട്. എന്തോന്നറിയാമോ, മറ്റേ അവിടുത്തെ കവടിയാറ് തൊട്ട് വെള്ളയമ്പലം അവിടെ വരെയുള്ള മറ്റേ സ്മാർട്ട് സിറ്റി റോഡായിരിക്കും. ഞങ്ങൾക്ക് നല്ല വികസനമുണ്ട്. കേരളം എന്ത് മാറ്റമാണ് മാറിയത്. അതാ ഞാൻ പറഞ്ഞു, വികസനമല്ല ആസനം പോടോ. ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് നിക്ഷേപമല്ലേ വേണ്ടത്? 2 ദിവസത്തിനുള്ളിൽ നിക്ഷേപം ഞങ്ങൾ കേരളത്തിൽ എത്തിച്ചിരിക്കും. ഇതെന്താ വല്ല മാങ്ങാണ്ടിയോ പറങ്ങാണ്ടിയോ വല്ലോ ആണ് 2 ദിവസത്തിനകം കൊണ്ടുവരാനായിട്ട് വികസനം? അപ്പൊ 9 കൊല്ലം നിങ്ങൾ എന്തോ കിഴക്കാ പറിക്കുമായിരുന്നു. അത് പിന്നെ നിക്ഷേപം പെട്ടെന്ന്. അല്ലെങ്കിൽ 1-ാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് വിദേശത്ത് തെണ്ടി നടക്കുന്നുണ്ടല്ലോ നിക്ഷേപം. എന്നിട്ട് ഇതുവരെ ഒരു കിഴക്കേം കിട്ടിയില്ലേ അവിടുന്ന് കളച്ചെടുക്കാനായിട്ട്? വരുമെന്ന്. ഇനി എത്ര മാസം കൂടെ ഉണ്ട് ഇറങ്ങാനായിട്ട്? അറിയില്ല. 1 2 3 3.5. അത് അയ്യോ, ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ തന്നെ കേറുന്നത്. അത് തന്നെ വിദേശത്തോട്ട്. അതായത് വിദേശത്തോട്ടെ മറ്റേ കുടുംബത്തെ ഉൾപ്പെടെ കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റേ തോന്നും തായ്ക്കണ്ടിയിലെ കാശ് എടുത്ത. അല്ല, തായ്ക്കണ്ടിയിലെ അല്ല, കമലയുടെ പെൻഷൻ കാശായിരിക്കും. IT കമ്പനിയൊക്കെ പെൻഷൻ കാശും കൊണ്ട് തുടങ്ങി. അതിന്റെ ബാക്കി കാണും. ഞങ്ങൾക്ക് കുറെ പെൻഷൻ കിട്ടും. അതെന്തൊരു പെൻഷനാ അന്നേരം? അത് അല്ല, കമലയുടെ അതിന് മാത്രം പെൻഷൻ കിട്ടാനായിട്ട് ടീച്ചർ തന്നെ അല്ലായിരുന്നോ? ആയിരുന്നു. പക്ഷെ അതൊക്കെ അതാണ് പെൻഷനാടോ അത്. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറഞ്ഞിട്ടില്ലേ? നാട്ടുകാരിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന വേറെയാ. സമ്പത്ത് കാലത്ത് റബ്ബർ തൈ വെച്ചാൽ ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കാന്ന്. നന്നാവില്ല. ബർത്ത്ഡേ ദിവസമെങ്കിലും നന്നാവില്ല എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. നിക്ഷേപകരെ പൊക്കോ പൊക്കോ, നിക്ഷേപകരെ പൊക്കോ പൊക്കോ. ഇതൊക്കെ ഉടായിപ്പുകളാണോ? പൊലിക്കട